ഗുഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, നമ്മുടെ സ്വത്തുവിൻ്റെ വികൃതി കുറച്ച് കൂടി വരണതാണ്. എനിക്ക് വീഡിയോസ് ഒന്നും മുഴുവനാക്കാൻ പറ്റണില്ല. അപ്പോൾ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്കാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ രാവിലെ പതിവ് പോലെ 5:30 ഞാൻ എണീറ്റ്. സ്വത്തു നല്ല ഉറക്കമാണ്. സ്വത്തുവിനെ ഞാൻ അച്ഛമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ ഇടയിൽ ഫോണൊക്കെ പ്ലിൻ താഴെ ചാടുന്നുണ്ട്. എന്താ ചെയ്യുക, സ്റ്റാൻഡിലൊന്നും വെക്കാൻ സമയമില്ല. ഒന്നാമത്തെ കാര്യം എല്ലാം ചടപടയും ചെയ്യണമല്ലോ. നമ്മുടെ സ്വത്തൂട്ടി എണീക്കണേക്കാളും മുമ്പ് പകുതി പണി ചെയ്താലാണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മസാലയ്ക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഞാൻ അരിഞ്ഞ് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഏട്ടനെ ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ ഏട്ടന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ മുഖം ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ വന്ന്, അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള മൂഡൊക്കെ പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ പ്ലെയിൻ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഉപ്പേരിക്ക് പാവയ്ക്കാണ് അരിയണത്. ഇതെന്തിനാണ് ഇങ്ങനെ വട്ടത്തിൽ അരിയണേന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ തിന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ജസ്റ്റ് ഒരു നുള്ളു ഉപ്പിട്ട് നന്നായി വേവിച്ചിട്ട് അതിൻ്റെ നീര് ഷുഗർ പേഷ്യൻ്റ് ഉള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് നോർമലാവും, കുറയും. അതായത് നല്ല ഹൈ ഉള്ളവരാണെങ്കിൽ നോർമൽ ബേസ്ഡ് ആവും. അപ്പോൾ ഇവിടെ അച്ഛനമ്മ അത് കുടിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് വെള്ളം എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. കഴുകിയിട്ട് വേണിട്ട് അരിയാൻ ഇടയ്ക്ക് നാക്ക് ലുക്കുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഏട്ടനെ ഇങ്ങനെ ഓർമ്മ വന്ന കാരണം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എന്താണെന്നറിയാൻ പാടില്ല. പിന്നെ ഞാൻ വിചാരിക്കും എല്ലാം നല്ലതിനാണല്ലോ എന്ന് വിചാരിച്ചു ഇതാക്കാനും. രാവിലെ ചത്തേന്നൊക്കെ പറഞ്ഞ് പണിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. കാരണം ഒന്നും അങ്ങോട്ട് നീങ്ങത്തില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്ന് വെക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പോവുള്ളൂ. പിന്നെ ഞാൻ എന്നെ തന്നെ സാരില്ല മഞ്ജു, ഇതൊക്കെ മാറുമെന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പിന്നെയും അരിയാൻ തുടങ്ങുകയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീഡിയോസ് ഇടും, അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിടാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ വരണില്ല. കാരണം സ്വത്ത് ഭയങ്കര വികൃതിയാണ്. ഞാൻ വീഡിയോസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം, പക്ഷേ എഡിറ്റ് ചെയ്യണ കാര്യമാണ് വളരെയധികം ബുദ്ധിമുട്ട്. വേറെ ഒന്നുമല്ല, ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് സ്വത്ത് എന്തായാലും എൻ്റെ ഒപ്പം ഉണ്ടാവും. ഇപ്പം ഞാൻ മുകളിലും അവൾ താഴെയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇപ്പം അവളില്ല. ഇങ്ങനെ എന്നും നമുക്ക് അവളെ താഴെ ഇരുത്തി ഞാൻ മുകളിൽ ഒറ്റയ്ക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും കിട്ടാറില്ല. ഇപ്പം സ്വത്തും മമ്മി എന്നൊക്കെ വിളിച്ച് വരണ്ട്. എനിക്ക് ചിരി തോന്നുവാണ് അവളുടെ ഓരോ വർത്താനൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ളത് നുറുക്കി വെച്ചു. അതിനിടയിൽ കൂട്ടാത്തിനുള്ള പച്ചക്കറി ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. 2 എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. 3 എണ്ണം ഉണ്ടായി. ഒരു പ്രാവശ്യം നമ്മൾ എടുത്തിരുന്നു. പിന്നെ ഒരെണ്ണം നമ്മളിതാ പൊട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം മുറിച്ച് നമ്മൾ 2-3 ദിവസത്തേക്ക് കറി വെച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മസാല ദോശ ആവേണ്ട ദോശ പ്ലെയിൻ ദോശയായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ കുക്കറിലിട്ട് വെച്ച് ഞാൻ ക്യാരറ്റും ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വേവിച്ചിട്ട് സ്വത്തൂന് വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വത്തൂന് കുറച്ച് കാൽസ്യത്തിന് കുറവുണ്ട് തോന്നുന്നു. മുഖത്തൊക്കെ ഇങ്ങനെ ഒരു വെള്ള ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പച്ചക്കറി അവൾ പൊതുവേ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ്, എന്നാലും കൊടുക്കാം എന്നൊരു ശ്രമത്തിലാണ്. പാവയ്ക്ക ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കയ്പ്പയ്ക്ക അങ്ങനെ ഓരോന്ന് പറയും. നമ്മളിവിടെ രണ്ടും പറയും കേട്ടോ. അപ്പോൾ ദോശ ഇവിടെ ആയി. ദോശയ്ക്ക് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ അരയ്ക്കണത്. തേങ്ങാ ചമ്മന്തിയാണ് അരയ്ക്കണത്. അപ്പോൾ ദോശയായി വഴിക്കണം ഞാൻ വേഗം കറിക്കുള്ള കൂട്ട് വെച്ചു. എനിക്കെല്ലാം വേഗം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അരിയണ സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്യും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ലഞ്ചും പ്രിപ്പയർ ഞാൻ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല. എന്താണെന്നറിയാൻ പാടില്ല. ഈ ഇടയായിട്ട് എനിക്ക് തീരെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഗെയ്സ്. എന്താണോ എന്തോ. നമ്മൾ സ്വത്തുവിൻ്റെ പിന്നാലെ കുറച്ച് നേരം ഓടണം കൊണ്ടായിരിക്കും സമയം കിട്ടാത്ത. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ചു. ഈ തേങ്ങ ഞാൻ പൊതിച്ചതാട്ടോ. ലൈഫിൽ ആദ്യമായിട്ട് പൊതിച്ച തേങ്ങയാണ്. എനിക്ക് തേങ്ങ പൊതിക്കുക, തേങ്ങ ഇങ്ങനെ ഇപ്പം ഞാൻ വെട്ടണില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. അപ്പം ഞാൻ തേങ്ങ ഇങ്ങനെ പൊതിച്ചപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ ഓർത്തു. എനിക്ക് മടാൽ എടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. മടാൽ മീൻസ് ഞാനിപ്പോൾ വെട്ടുകത്തി അങ്ങനെയൊക്കെ പറയും ഓരോ നാട്ടിൽ. കൈ കണ്ടില്ല, അവിടെ ഒരു വെട്ട് കിട്ടിയിട്ടുണ്ട് ഈ സാധനം കൊണ്ട്, വെട്ടുകത്തി കൊണ്ട്. അതാണ് എനിക്ക് തേങ്ങ എന്നല്ല
ആ സംഭവം എടുത്ത് പെരുമാറാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാം, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മളൊരു വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കേണ്ട ആളാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും തേങ്ങ പൊതിക്കുന്ന സമയത്ത് അച്ഛ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ വന്ന് തുടങ്ങി. അതാണ് ഞാൻ പൊതിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പാരയുണ്ടല്ലോ അത് വെച്ച് പൊതിക്കാനായിട്ട് എനിക്കറിയുള്ളൂ, അല്ലാതെ മടാൾ വെച്ച് തന്നെ പൊതിക്കാൻ എനിക്കറിയില്ല. ഞാൻ പഠിച്ച് വരണേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരവാണ്. ഈ സമയത്ത് സ്വത്തൂട്ടിയൊക്കെ നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല. എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നടക്കില്ല. കാരണം എണീറ്റ് കഴിഞ്ഞാൽ അമ്മ വിളിച്ച് കുറേ നേരം എൻ്റെ പിന്നാലെയാവും. അച്ഛനും അച്ഛമ്മ എടുത്താലും ചിലപ്പോൾ ഇണങ്ങും ചില ദിവസങ്ങളിൽ കേട്ടോ. ചില ദിവസങ്ങളിൽ അമ്മ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചെന്ന് പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി കുറച്ച് നേരം അവളുടെ ഒപ്പം നിൽക്കും. എന്നാലും കുറച്ച് നേരം അവളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അടുക്കളയത്തെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും എനിക്ക് നെഞ്ചിൽ തീട്ടോ. കാരണം നമ്മൾക്ക് ഈ ഫുഡൊക്കെ ഞാൻ ഒപ്പാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അതെനിക്ക് ഇരട്ടി പണിയാവും. പിന്നെ സ്വത്തുവിന് ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും അതിൻ്റെയൊക്കെ സമയം തെറ്റും. ഒക്കെ ഞാൻ ഓരോ സമയം ക്രമം വെച്ചിട്ടാട്ടോ ഓരോന്ന് ചെയ്യുക. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് അടുക്കളയിൽ നിന്ന് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങണം. പിന്നെ ഞാൻ സ്വത്തുവിൻ്റെ പിന്നാലെ ആയിരിക്കും ഒരു 10:30-10 മണി വരെ. ആൾക്ക് കുളിക്കാനും കഴിക്കാനൊക്കെ കൊടുക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് അലക്കുക, അങ്ങനത്തെ സംഭവമൊക്കെ കേട്ടോ. ഇപ്പം നമ്മൾ എവിടെയോ പറഞ്ഞു നിർത്തിയില്ല ഗേസ്. അപ്പോൾ അതിനിടയിൽ അമ്മ വിളിച്ചു. അതാട്ടോ ഞാൻ എവിടെയോ പറഞ്ഞു നിർത്തിയെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ നീര് എടുത്തിട്ടുണ്ട്. ഇത് വെറും വയറ്റിൽ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം, അല്ലാതെ വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം, എങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. അതിന് ശേഷം അതിനെ ഞാൻ ഉപ്പേരിയാക്കി കേട്ടോ. കുറച്ചൊരു ഫ്രൈ മോഡൽ ഉപ്പേരിയാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കയ്പ്പും ഉണ്ടാവില്ല, കാരണം കയ്പ്പൊക്കെ നമ്മൾ ഊറ്റിയെടുത്തല്ലോ. പിന്നെ നമ്മുടെ കറി ഇവിടെ സെറ്റായി. അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഉപ്പേരി കറിയും ഒക്കെ ഇവിടെ സെറ്റ്. ഇത് ഞാൻ സ്വത്തുവിൻ്റെ പാലും കുപ്പി കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ആൾക്ക് പാല് തിളപ്പിച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്പ്പയ്ക്ക നീരിൻ്റെ വെള്ളമാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞിരിക്കണു. നമ്മളെല്ലാവരുടെയും വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പം എനിക്ക് അടുക്കള ഒതുക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല, പിന്നീട് നമുക്കൊരു 8-ൻ്റെ പണിയാവും. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. നമ്മുടെ ചവിട്ടികളും തുണികളൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ട്, കുറച്ച് നനഞ്ഞിട്ടില്ല. വെയിൽ പൊതിച്ച് വരുന്നുണ്ട്. പുലർച്ചെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വത്ത് കൃത്യം ഒരു 8:30 ആകുമ്പോൾ എണീറ്റു. ഇത് ഞാൻ സ്വത്തുവിന് പനിക്കൂർക്കയുടെ നീരുണ്ടല്ലോ ഇതിങ്ങനെ കൊടുക്കുകയാണ്. ഇത് അവൾക്ക് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ കൊടുക്കും. കുട്ടികൾക്ക് നല്ലതാണല്ലോ ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോഴിതാ പണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് 8-ൻ്റെ പണിയായിട്ട് അച്ഛൻ വരുന്നത്. ഇത് പാടത്തുനിന്ന് കിട്ടുന്ന മീനാട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ കഴിക്കില്ല. എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അച്ഛനും കഴിക്കും, സ്വത്തും കഴിക്കും. അപ്പം നല്ല ജീവനുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതെന്നല്ല പാടത്തെ മീൻ നന്നാക്കാൻ പോണത്. പക്ഷേ സക്സസ്ഫുൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന പോലെ ഞാനത് നല്ല രീതിയിൽ വൃത്തിയാക്കി ചാരൊക്കെ ഇട്ട് ഉരച്ച് വൃത്തിയാക്കി ഫ്രൈ ചെയ്തെടുത്തു. എന്നെയും കൊണ്ട് പറ്റാത്ത പണികളൊന്നുമില്ല ഗേസ്. ഇപ്പോൾ ഞാൻ എല്ലാ പണിയും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മീനാട്ടോ. അമ്മ കൂട്ടാത്ത കാരണം അയില വാങ്ങി വറുക്കുകയാണ്. ഉച്ചയായപ്പോൾ സ്വത്തുവിൻ്റെ പണി തുടങ്ങി. ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അവളുടെ പൂര കളിയായിരിക്കും. അതാണ് എൻ്റെ റെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഗോവിന്ദയാണ്. അതാണ് ഉച്ചയ്ക്ക് ഉറക്കമില്ല, രാത്രി ഉറക്കമില്ല, പകലും ഉറക്കമില്ല. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണ് ഗേസ് ഞാൻ. അപ്പോൾ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതാണ് പണി. എല്ലാം ഞാൻ വൃത്തിയാക്കും. സ്വത്ത് പിറ്റേ ദിവസം എല്ലാം വലിച്ചിടും. അതാണ് സ്വത്തുവിൻ്റെ പണി. സ്വത്ത് ഇപ്പോൾ ഫുൾ അഭിനയമാണ് കേട്ടോ. ഇപ്പോൾ സ്വത്ത് ഉറങ്ങണ പോലെയൊക്കെ അഭിനയിക്കും, കളിക്കണ പോലെ അഭിനയിക്കും, കണ്ണാടി നോക്കി തന്നെ വർത്താനൊക്കെ പറയും. അതൊക്കെ ഒരു രസമാണ് കണ്ടിരിക്കാൻ. ചില സമയത്ത് എനിക്ക് ദേഷ്യം കയറും, കിടന്നുറങ്ങടി എന്നൊക്കെ പറയും ഞാൻ. പക്ഷെ എന്താ ചെയ്യുക, അവളുടെ പ്രായം ഇതല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ റൂമും ബെഡ്ഷീറ്റൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് പോയി കുളിച്ചാൽ മാത്രം മതി, കുളിക്കുക ഉറങ്ങുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.